ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട. ഒരു പ്രാന്തിപ്പെണ്ണ് തല കുളിക്കാണ്ടാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. പ്രാന്തി നാറിയിട്ട് പാടില്ലായിരുന്നു. മൂക്ക് പൊത്തിയിട്ടാണ് ത്രൂ ഔട്ട് ദ ഫിലിം കണ്ടത്. സോ മൈ വാച്ച് വാസ് ലിറ്റിൽ ബിറ്റ് ഡിസ്റ്റർബ് ഡ്യൂ ടു ദാറ്റ് പ്രാന്തി. പിന്നെ തിയേറ്ററിൽ കുറെ മൊണ്ണ ചെറുക്കന്മാരുണ്ടായിരുന്നു കേട്ടോ. ഫിലിമിന്റെ തുടക്കത്തിലൊക്കെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ഗ്യാങ് ആയിട്ട് വന്നിരുന്ന് ഇതുപോലെ ഓരോ കോപ്രായം കാണിച്ച ഡു യു തിങ്ക് ഇറ്റ്സ് കൂൾ വളരെ ചീപ്പായിരുന്നു. കമ്മിങ് ബാക്ക് ടു ദ ഫിലിം, കഥ ജസ്റ്റ് ഓക്കെ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. എനിക്ക് അത്യാവശ്യം ലാഗ് അടിച്ചു. ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ബോറായിരുന്നു, ഇച്ചിരി ബോറും. ആൻഡ് സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഐ ലവ് ദ ഫിലിം ബിക്കോസ് ജയസൂര്യ എന്ന ഫാക്ടർ കൊണ്ട് മാത്രമല്ല നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നത്. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് ഡൂഡ്. ഡൂഡ് പൊളിച്ചടുക്കിട്ടാ. ഡൂഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ സ്വാഗും കിട്ടി. പിന്നെ തിയേറ്ററിൽ ഐറ്റം ഡാൻസ് കേട്ടപ്പോൾ ഇറ്റ് ഫെൽ ഗുഡ്. പിന്നെ ഡൂഡ് ആസ് എ രാജാവ് കിഡുമാണ് കേട്ടോ. ചിരിക്കാൻ ഒരു ലോഡ് ഐറ്റംസ് ഈ സിനിമയിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു സീൻ പോലും കണ്ട് നമ്മൾ ചിരിക്കില്ല. അതാണ് ആ ഡയറക്ടർ ബ്രില്യൻസ്. പിന്നെ ഇന്ദ്രൻസ് ആൻഡ് സർബത്ത് ഷമീർ പെർഫോമൻസ് കിടുവായിരുന്നു. ആ ഫോറിൻ ലേഡിയുടെ അഭിനയം എൻ്റെ ഒന്നോ സ്കൂൾ ലെവൽ ഡ്രാമ പോലെയുണ്ട്. ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ സണ്ണി വേൻ്റെ ആണ് കേട്ടോ. മംഗ്ലീഷ് പറിച്ചിൽ കേൾക്കുമ്പോൾ അങ്ങ് ചൊറിഞ്ഞങ്ങ് വരും. സോ ഇൻ ടോട്ടൽ കുഴപ്പമില്ല. ആടെ ഫസ്റ്റ് ഇമ്പാക്ട് കാരണം നമ്മൾ ഈ സിനിമ ഇഷ്ടപ്പെടും. ഇനി ഒരു പാർട്ട് വന്നാൽ തിയേറ്ററിൽ പോയി കാണുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒൺലി ഫോർ ഡൂഡ്.